നരേന്ദ്രമോദിയും അമിത്ഷായും അങ്ങനെ ചുമ്മാ കയ്യും കെട്ടി നോക്കിയിരിക്കുകയൊന്നുമില്ല. കൂടെ മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അജിത് ഡോവൽ എന്നാണ്. അതുപോലെ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുണ്ട്, റോയുണ്ട്. അങ്ങനെ നിരവധി ഏജൻസികൾ നമ്മുടെ നാടിന് ഉണ്ട്. ഇവരാരും CJP സമരം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരം എന്നൊക്കെ പറഞ്ഞ് ഈ കളിക്കുന്ന കളികളെ അങ്ങനെ വെറുതെ തള്ളിക്കളയുകയുമൊന്നുമില്ല. ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു IB റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അഭിജിത് ദീപ്കെ, അതുപോലെ തന്നെ വിക്രം സന, അപൂർവ സ്വരാഗ്, സുലഭ സേത്ത്, വരുൺ മഹാപാത്ത് എന്നീ CJP നേതാക്കൾക്ക് ജോർജ് സൊറോസിൻ്റെ മകൻ അലക്സാണ്ടർ സൊറോസ് ഇവർക്കെല്ലാവർക്കും കൂടി ഏതാണ്ട് 3,22,00,000 രൂപ നൽകിയതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ IBക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് ഈ വിദ്യാർത്ഥി എന്ന് പറയുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ എന്ന് പറയുന്ന ആളുകൾ ഇവരാരും നീറ്റ് പരീക്ഷ എഴുതിയവരോ ഒന്നുമല്ല. ഇവരൊക്കെ 10-35 വയസ്സായവരാണ്. ഈ അപൂർവ സ്വരാഗ് എന്ന് പറയുന്ന സ്ത്രീ ഏതാണ്ട് 40 വയസ്സിനടുത്ത് പ്രായമുള്ള സ്ത്രീയാണ്. ഇവർക്ക് ഏതാണ്ട് 27 ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ സുലഭ സേത്ത് എന്ന് പറയുന്ന സ്ത്രീക്ക് 32.13 ലക്ഷം രൂപ. വരുൺ മഹാപാത്ത് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശുകാരനാണെന്നാണ് പറയുന്നത്. അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് 27 ലക്ഷം രൂപ. ഈ അഭിജിത് ദീപികയ്ക്ക് എത്ര രൂപ ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ച് വരുന്നതേയുള്ളൂ. എന്തൊക്കെയായാലും ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് ജോർജ് സൊറോസും മകൻ അലക്സാണ്ടർ സൊറോസുമായി ചേർന്ന് ഇന്ത്യ എന്ന രാജ്യത്തെ തകർക്കാനായിട്ട് കോടികൾ ഇവർ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ കള്ളപ്പണം വാങ്ങിയിരിക്കുന്നു. എന്നിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് എത്ര രൂപ കിട്ടി എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല. എന്തൊക്കെയായാലും രാഹുൽ ഗാന്ധി അടക്കം ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ചട്ടുകങ്ങളാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ മനസ്സിലാകും. അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്ത് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കേണ്ട നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹം അറിയിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ സ്വതന്ത്രമായ സംവിധാനത്തെ, ജനാധിപത്യ സംവിധാനത്തെ തകർക്കാനായിട്ട് നേപ്പാൾ മോഡൽ, ബംഗ്ലാദേശ് മോഡൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ചെറുപ്പക്കാരെ ചേർത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവരെല്ലാം പണം കൈപ്പറ്റിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് രഞ്ജിനി ഹരിദാസ് അടക്കം ഈ വിഷയത്തിൽ പണം കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ കണ്ടു. ഇവരൊക്കെ തന്നെ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത്. ഈ CJP സമരവുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട പേരുകളാണ് അറിയാൻ സാധിക്കുന്നത്. വിക്രം സന പുരുഷനാണ്, അപൂർവ സ്വരാഗ് സ്ത്രീയാണ്, സുലഭ സേത്ത് അതും സ്ത്രീയാണ്, വരുൺ മഹാപാത്ത് ഇവരൊക്കെ തന്നെ ലക്ഷങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നു. ഇവരൊക്കെയാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിലെ ഈ ഒരു സമരത്തെ നയിച്ചത്, പ്രക്ഷോഭത്തെ നയിച്ചത്. നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ തകർക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ IBയും റോയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അമിത്ഷായും മോദിയും ഒക്കെ കയ്യും കെട്ടി നോക്കിയിരുന്ന് എല്ലാം ശരിയായി, ശരി നിങ്ങൾ സമരം ചെയ്തുകൊള്ളൂ എന്ന് പറയും എന്നാണ് ഇവർ ധരിച്ചത്. പക്ഷേ കൃത്യമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. മാത്രമല്ല ഇതിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഇത് കേന്ദ്രമായി പ്രവർത്തിച്ച വ്യക്തികളായാലും ശരി, സംഘടനകളായാലും ശരി, എല്ലാത്തിനെയും പൂട്ടി അകത്തിടും എന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അയാളുടെ പേര് അജിത് ഡോവൽ എന്നാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ അഭിജിത് ദീപ്കയും ഇത്തരത്തിൽ അപൂർവ സ്വരാഗും, സുലഭ സേത്തും, വരുൺ മഹാപാത്തുമൊക്കെ എന്ത് ചെയ്യും? ഈ ആട് മുക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ആന മുക്കുന്നത് കണ്ട് ആട് മുക്കുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആന മുക്കുന്നത് കണ്ട് അണ്ണാൻ മുക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. NIA, ED, അതുപോലെ തന്നെ റോ, IB തുടങ്ങിയ ഏജൻസികളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ടുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ്. ആജീവനാന്തം അകത്ത് കിടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാശ് വാങ്ങി, ലക്ഷങ്ങൾ വാങ്ങി, കോടികൾ വാങ്ങി ഈ ഒരു വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ച് രാജ്യത്തെ തകർക്കാൻ, രാജ്യത്തിൻ്റെ സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കാൻ, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ ശ്രമിച്ച എല്ലാവരും അകത്തു പോകും. പിന്നൊരു കാര്യം, ജോൺ ബ്രിട്ടാസ്, അതുപോലെ CPMൻ്റെ മറ്റ് 1-2 MPമാരല്ലേ ഉള്ളൂ അവർ, അതുപോലെ സമാജ്വാദി പാർട്ടിയുടെ MP മാർ, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിരീക്ഷണത്തിലാണ്. എന്തായാലും കളിക്ക് ഇറങ്ങിക്കഴിഞ്ഞു.
അമിത്ഷായും മോദിയും ഒന്നും അടിയറവ് പറയിക്കാൻ, ഒരു രാജ്യത്തിൻ്റെ സമാധാന സംവിധാനത്തെ, ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തെ ഇല്ലാതാക്കാനൊന്നും ഇവരാരും വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവർക്കൊക്കെ വരാൻ പോകുന്നത് കറുത്ത ദിനങ്ങളാണ്. നിങ്ങളൊക്കെ അനുഭവിച്ചേ മതിയാകൂ. കേരളത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ആളുകൾക്ക് ഉണ്ടായ അനുഭവം അറിയാമല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ ആരെയും രക്ഷിക്കാൻ ജോർജ് സൊറോസും അലക്സാണ്ടർ സൊറോസും ഒന്നും എത്തുകയില്ല.